ഗുഡ് ഈവനിംഗ്. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് ചോദ്യം ചെയ്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞിട്ടില്ലെന്ന് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞുവെന്ന പ്രചാരണം വസ്തുതാപരമല്ല. വിഷയം സബ്മിഷനായി പരിഗണിക്കാം എന്നാണ് സ്പീക്കർ പറഞ്ഞതെന്നും സ്പീക്കറുടെ ഓഫീസ് വിശദീകരിച്ചു. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, സ്പീക്കറുടെ നടപടി വലിയ രാഷ്ട്രീയ വിവാദമായതിന് പിന്നാലെയാണല്ലോ ഇത്തരത്തിലൊരു വിശദീകരണം ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്പീക്കറുടെ ഓഫീസ് പറയുന്നത്? പ്രവിത, ടി.പി. വധക്കേസ് പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കമായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൊണ്ടുവന്നത്. പക്ഷേ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാതെ സ്പീക്കർ തള്ളിയതാണ് പ്രതിപക്ഷം വലിയ തരത്തിൽ ആയുധമാക്കുകയും വിമർശന വിധേയമാക്കുകയും ചെയ്യുന്ന കാര്യം. ഇന്ന് ഈ സ്പീക്കറുടെ നടപടിയിലെ അനൌചിത്യം ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി സ്പീക്കറുടെ ഓഫീസ് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി പറയേണ്ട മറുപടി സ്പീക്കർ പറഞ്ഞെന്ന പ്രചരണം വസ്തുതാപരമല്ല എന്നതാണ് സ്പീക്കറുടെ ഓഫീസ് അറിയിക്കുന്ന കാര്യം. അടിയന്തര പ്രമേയമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് മാത്രമാണ് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം വിഷയം സബ്മിഷനായി പരിഗണിക്കാമെന്നാണ് സ്പീക്കർ പറഞ്ഞത് എന്നുമാണ് പ്രതിപക്ഷ നേതാവിന് ഇപ്പോൾ സ്പീക്കർ നൽകിയിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല, ടി.പി. കേസ് പ്രതികൾക്ക് മാത്രമായി ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഉണ്ടായിട്ടില്ലെന്ന് സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യം താൻ പറയുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് സ്പീക്കർ പറയുന്ന കാര്യം. എന്തായാലും ഈ നടപടി വലിയ വിവാദമായിരുന്നു. പ്രതിപക്ഷം അത് വലിയ തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിശദീകരണവുമായി സ്പീക്കറുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നത്. പ്രവിത, എം.ജി. പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പെയ്തിറങ്ങുന്ന ദുരിതം. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. പലയിടങ്ങളിലും മരം വീണും മണ്ണിടിഞ്ഞും അപകടങ്ങളുണ്ടായി. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. കാലവർഷം തുടങ്ങിയ ശേഷം റെക്കോർഡ് മഴയാണ് കേരളത്തിലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപം വീടിന്റെ മൺഭിത്തി തകർന്നു. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴക്കൂട്ടം മഹാദേവർ ക്ഷേത്രത്തിനു മുൻപിൽ കൂറ്റൻ പരസ്യബോർഡ് നിലംപൊത്തി. തിരുവനന്തപുരം ജില്ലയിൽ മൈനിംഗ് പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവും നിരോധിച്ചു. പത്തനംതിട്ട അരിങ്ങിലാമൺ കുറുമ്പൻമൊഴി കോസ്വേ മുങ്ങിയതോടെ 500ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കോട്ടയത്ത് ജൂൺ 30 വരെ ഖനനം നിരോധിച്ചു. ഈരാറ്റുപേട്ട വാഗ്മൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനം. ഇടുക്കി ദേവികുളത്ത് വീടിന് മുകളിലേക്ക് കരിങ്കൽക്കെട്ട് ഇടിഞ്ഞു വീണു. ഏലപ്പാറ ബോണാമിയിൽ മരമൊടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. വാളറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിലേക്ക് ഇല്ലിക്കൂട്ടം മറിഞ്ഞു വീണു. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ്. എറണാകുളം പൂത്തൃക്ക പഞ്ചായത്തിലെ 7ാം വാർഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കോടിയതിനാൽ അപകടമൊഴിവായി. ആലുവ പെരിയാർ തീരത്ത് കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴക്കി. മട്ടാഞ്ചേരി ബസാറിൽ പുരാതന കെട്ടിടം തകർന്നു. 5 കുടുംബങ്ങളാണ് കെട്ടിടത്തിലുള്ളത്. കാക്കനാട് തെങ്ങോട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 7 കുടുംബങ്ങളിലെ 20 പേരാണ് ക്യാമ്പിലുള്ളത്. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാം തുറന്നു. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഒരു 3 ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണ്ണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പാലക്കാട് ആലത്തൂർ പത്തനാപുരത്ത് നടപ്പാലം തകർന്നു വീണു. 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. കണ്ണൂർ തലശ്ശേരി തലായി ദത്താത്രേയ മഠത്തിന് സമീപം കിണർ 3 മീറ്ററോളം ഇടിഞ്ഞു താഴ്ന്നു. പനോനേരിയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുറ്റത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. കനത്ത മഴയിൽ മുള്ളപ്ര പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. നടാലിലെ കടകളിൽ വെള്ളം കയറി. കോഴിക്കോട് കടലുണ്ടിയിലും നാദാപുരത്തും വീടിന് മുകളിലേക്ക് മരം വീണു.
പേരാമ്പ്രയിൽ നിർത്തിയിട്ട ജീപ്പിന് മുകളിൽ മരം വീണു. വയനാട് നെന്മേലിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റമില്ല. അതേസമയം വയനാട്ടിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ലെന്ന് കളക്ടർ ഡോക്ടർ രേണുരാജ് അറിയിച്ചു. കനത്ത മഴയിൽ കോഴിക്കോട് രാമനാട്ടുകരയിൽ മരം കടപുഴകി വീണ് 3 ബൈക്ക് യാത്രക്കാർക്ക് പരുക്ക്. നിർത്തിയിട്ട ഗുഡ്സ് ഓട്ടോയും തകർന്നു. രാത്രി 9 മണിയോടെയാണ് സംഭവം. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. മിഥില, എത്രത്തോളം ഗുരുതരമാണ് ഇവരുടെ പരുക്കുകൾ? വിവരങ്ങൾ. നിലവിൽ ഒരാളുടെ പരുക്കാണ് ഗുരുതരമെന്ന് ലഭ്യമാകുന്ന വിവരം. കാലിനാണ് പരുക്ക് പറ്റിയിട്ടുള്ളത്. മറ്റു 2 പേർക്കും കാലിന് തന്നെയാണ് പരുക്ക്. ഇവരെ തൊട്ടടുത്തുള്ള രാമനാട്ടുകരയിൽ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. 9 മണിയോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. നല്ല മഴയുണ്ടായിരുന്നു, കാറ്റുമുണ്ടായിരുന്നു. ഈ സമയത്താണ് വലിയ മരമാണ്, രാമനാട്ടുകര ടൗണിലെ തന്നെ വലിയ മരമാണ് കടപുഴകി വീണത്. ഈ സമയത്ത് അതുവഴി കടന്നു പോകുന്ന ബൈക്ക് യാത്രക്കാരുടെ ശരീരത്തിലേക്കാണ് മരം പതിച്ചത്. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ഫറോക്ക് പോലീസും സ്ഥലത്തെത്തി ഇവരെ പുറത്തെടുക്കുകയായിരുന്നു. ഇപ്പോഴും മരത്തിന്റെ കൊമ്പുകൾ മുറിച്ചു മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു ഗുഡ്സ് ഓട്ടോയും അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ഓട്ടോയുടെ മുകളിലേക്കും മരം വീണിട്ടുണ്ടായിരുന്നു. ആ ഗുഡ്സ് ഓട്ടോ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ വഴിയുള്ള വൈദ്യുതി പോസ്റ്റുകളിലേക്കെല്ലാം ഈ ഒരു വലിയ മരമായതുകൊണ്ട് തന്നെ വൈദ്യുതി പോസ്റ്റുകളിലേക്കെല്ലാം വീണിട്ടുണ്ട്. രാമനാട്ടുകര ടൗൺ പരിധിയിൽ ഇപ്പോൾ വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പരിക്കേറ്റിട്ടുള്ളവർ ചേലേമ്പ്ര സ്വദേശി മൻസൂർ, സുനീർ, പുളിക്കൽ ബസാർ സ്വദേശി സുനീർ, ഒപ്പം തന്നെ പള്ളിക്കൽ ബസാർ സുനിൽകുമാർ, ഇവർക്ക് 3 പേർക്കാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. ഇതിൽ 3 പേർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലിനാണ് പരിക്കുള്ളത്. ഒരാളുടെ പരുക്ക് അല്പം ഗുരുതരമാണ്. ഇപ്പോഴും ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ട്രെയിൻ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മരം അവിടെ നിന്നും മാറ്റാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവിത. ശരി, കോഴിക്കോട് രാമനാട്ടുകരയിലാണ് വൻ മരം വീണ ഗതാഗത തടസ്സമുണ്ടായത്. ഒപ്പം 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ മഴയ്ക്ക് പിന്നാലെ കടൽക്ഷോഭവും അതിരൂക്ഷം. ആലപ്പുഴ, എറണാകുളം തീരദേശ പാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതവും പ്രതിസന്ധിയിലായി. കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് അതിരൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. മഴക്കാലത്തിന് മുൻപ് കടൽ ഭിത്തികൾ ബലപ്പെടുത്താത്തതും നിലവിലുള്ള നീളം വർദ്ധിപ്പിക്കാത്തതുമാണ് തീരങ്ങൾക്ക് തിരിച്ചടിയായത്. റോഡിന്റെ പണിയല്ലേ ചെയ്യാനുള്ളത്. ഈ സീവാളിന്റെ പണി ചെയ്യണം, ജനങ്ങളെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നേതാക്കന്മാരുടെ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. പാവപ്പെട്ട മനുഷ്യരോടെ കേൾക്കണില്ല. ഞങ്ങളെ എല്ലാ വീടും പോയിക്കൊണ്ടിരിക്കണം. മന്ത്രിമാർക്കൊക്കെ പ്രധാനത്തിലെന്ന് തുടങ്ങാം, യാസീർ ഭൂമികളെന്ന് തുടങ്ങാം. മഴ മാറി നിൽക്കുമ്പോഴും കടൽ കലിതുള്ളി കരയിലേക്ക് കയറുന്നതിന്റെ സങ്കടമാണ് ഓരോ തീരദേശവാസിയുടെയും വാക്കിലുള്ളത്. മഴയ്ക്ക് മുമ്പ് തന്നെ അധികൃതരോട് പലവട്ടം പറഞ്ഞതാണ് എന്തൊക്കെ ചെയ്യണമെന്ന്. തീരദേശ ജനതയുടെ വാക്കിന് അധികൃതർ വില കൽപ്പിക്കാതിരുന്നതോടെ ഇപ്പോൾ ദുരിതമനുഭവിക്കുന്നതും അതേ ജനത തന്നെ. എറണാകുളം ജില്ലയുടെ കണ്ണമാലി തീരത്ത് അതിരൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായത്. നിരവധി വീടുകളിലും കണ്ണമാലി പോലീസ് സ്റ്റേഷനിലും തിര അടിച്ചുകയറി. കടൽക്ഷോഭം ഇങ്ങനെ തുടർന്നാൽ ദുരിതം കൂടുമെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ കാപ്പാടം, മലപ്പുറം പൊന്നാനിയിലും കടലാക്രമണം രൂക്ഷമായി. ശക്തമായ കടലാക്രമണത്തിൽ തീരദേശ റോഡിൽ വരെ വെള്ളം കയറി. തൃശൂരിന്റെ തീരദേശ മേഖലകളായ എറിയാട്, വാടാനപ്പള്ളി, തളിക്കുളം, ചാവക്കാട് മേഖലകളിലും ശക്തമായ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. ചേറ്റുവ അഴിമുഖത്ത് 3 വീടുകൾ തകർച്ച ഭീഷണിയിലാണ്. കടലേറ്റം രൂക്ഷമായ ആലപ്പുഴ പുന്നപ്പുറയിലെ ഫിഷിംഗ് ഹാർബറും 100ഓളം വീടുകളും അപകട ഭീഷണിയിലാണ്. തീരമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാകും ഈ മഴക്കാലത്തും തീരദേശത്തെ കാത്തിരിക്കുന്നത്. മഴക്കാലത്തിന് മുൻപ് തീരദേശ ജനത പറഞ്ഞ വാക്ക് സർക്കാർ കേട്ടിരുന്നുവെങ്കിൽ കണ്ണമാലി തീരത്തെ ജനങ്ങൾക്ക് ഇന്നീ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. തീരദേശത്തെ അനുഭവസമ്പന്നരായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ഇനിയെങ്കിലും തയ്യാറാകുമോ? നിഖിലിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി.
ആലപ്പുഴ രാമങ്കരിയിൽ കാർ തോട്ടിൽ വീണു. ആലപ്പുഴ SC റോഡിലാണ് സംഭവം. കാറിലുണ്ടായിരുന്ന സേവ്യർ സെബാസ്റ്റ്യനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി. വിവരങ്ങളുമായി മനീഷ് മഹിബാൽ ചേരുന്നുണ്ട്. മനീഷ്, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എപ്പോഴാണ് അപകടമുണ്ടായത്? സേവ്യറിന്റെ പരിക്ക് പറ്റിയിട്ടുണ്ടോ? പ്രവിത, രാത്രി 10 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ രാമങ്കരി ജംഗ്ഷന് സമീപമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് സമാന്തരമായി തന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി കനാലുണ്ട്. അവിടെ നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു. ആ സമയത്താണ് സ്വിഫ്റ്റ് വാഹനത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് സേവ്യർ സെബാസ്റ്റ്യൻ, ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ഇദ്ദേഹം ഈ SC റോഡിൽ വഴി യാത്ര ചെയ്യുന്ന സമയത്താണ് മഴയുണ്ടായിരുന്നു. വാഹനം തെന്നി തോട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് രാമങ്കരി പോലീസ് പറയുന്നത്. സമീപത്ത് തന്നെ ഈ വാഹനം തോട്ടിലേക്ക് വീഴുന്ന ശബ്ദം കേട്ട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ഓടിയെത്തി ഡോറ് തുറന്ന് ഈ കനാലിൽ ഇറങ്ങി ഡോറ് തുറന്നാണ് ഈ സേവ്യർ സെബാസ്റ്റ്യനെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചത്. എന്താണെങ്കിലും വലിയ അപകടം തന്നെയാണ്. നാട്ടുകാർ അവിടെ കൃത്യസമയത്ത് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. എന്താണെങ്കിലും ഈ സേവ്യർ സെബാസ്റ്റ്യനെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രവിത, ശരി, നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ അപകടം ഒഴിവായത്. ഈ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാർ തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം. വിവരങ്ങളാണ് മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും നൽകിയത്. ചേറൽ ഓം ബിർള. പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയമാണ് ലോക്സഭ ശബ്ദ വോട്ടോടെ അംഗീകരിച്ചത്. ഓം ബിർളയുടെ അനുഭവ സമ്പത്ത് സഭയുടെ മികച്ച നടത്തിപ്പിന് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിപക്ഷ ശബ്ദവും ലോക്സഭയിൽ ഉയരാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയത്തെ മുതിർന്ന BJP അംഗങ്ങളും NDA ഘടകകക്ഷി നേതാക്കളും പിന്തുണച്ചു. കൊടിക്കുന്നിൽ സുരേഷിനായി അവതരിപ്പിച്ച പ്രമേയം പിൻവലിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറായില്ല. തുടർന്നാണ് ശബ്ദ വോട്ടോടെ സഭ ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർലമെന്ററി കാര്യമന്ത്രി എന്നിവർ ചേർന്ന് ഓം ബിർളയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആനയിച്ചു. സ്പീക്കറെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഓം ബിർളയുടെ സ്പീക്കർ പദവി സഭയുടെ നടത്തിപ്പ് സുഗമമാക്കുമെന്ന് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിഷ്പക്ഷത പാലിച്ച് പ്രതിപക്ഷ ശബ്ദവും സഭയിൽ ഉന്നയിക്കാനുള്ള പിന്തുണ നൽകാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ये सदन का सौभाग्य है कि आप दूसरी बार इस आसन पर विराजमान हो रहे हैं. This house represents the voice of India's people, and you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ സ്ഥാനമൊഴിഞ്ഞ പ്രോടൈം സ്പീക്കർ ഭക്തഹരി മക്തബിനെ അഭിനന്ദിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി രംഗത്തെത്തി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയുടെ ആദ്യ നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. അജണ്ടയിൽ ഉൾപ്പെടുത്താതെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. അതിനു പിന്നാലെയാണ് അടിയന്തരാവസ്ഥയെ അപലപിച്ച് സഭയിൽ സ്പീക്കർ പ്രമേയം അവതരിപ്പിച്ചത്. അജണ്ടയിലില്ലാത്ത പ്രമേയം അവതരിപ്പിച്ച സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ സഭാ നടപടി തടസ്സപ്പെടുത്തി. श्रीमती इंदिरा गांधी द्वारा तानाशाही थोप दी गई, भारत के लोकतांत्रिक मूल्यों को कुचला गया और अभिव्यक्ति की आजादी का गला घोटा गया. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും ഭരണഘടനയെ ചവിട്ടിമെതിക്കുന്ന സമീപനമാണ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഭരണകൂടം സ്വീകരിച്ചതെന്നും സ്പീക്കർ ഓം ബിർള. इमरजेंसी के इस काले खंड में कांग्रेस की तानाशाह सरकार के हाथों
अपनी जान गंवाने वाले भारत के ऐसे कर्तव्यनिष्ठ और देश में प्रेम करने वाले नागरिकों की स्मृति में हम सब 2 मिनट का मौन रखते हैं. പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച സ്പീക്കർ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ടവരെയും മരിച്ചവരെയും സ്മരിച്ചുകൊണ്ട് 2 മിനിറ്റ് മൗനം ആചരിച്ചു. സഭ നന്നായി മുന്നോട്ടു പോകണം എന്ന ആഗ്രഹം സർക്കാരിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സഭയുടെ സ്പിരിറ്റിന് നേരെ വിപരീതമായിട്ടാണ്. അതാണ് പറഞ്ഞത്. സഭയുടെ അങ്ങനെയാണെങ്കിൽ പ്രമേയം പാസാക്കാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സഭയായിട്ട് ഇത് മാറണം എന്നുള്ള പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഓം ബിർളയെ കൊണ്ട് ഗവൺമെന്റ് ഇത് പറയിപ്പിച്ചത്. കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധം തുടർന്നെങ്കിലും മറ്റു കക്ഷികൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. 24 ഡൽഹി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് വിധി. തന്നെ അപമാനിക്കാൻ CBI തെറ്റായ വിവരങ്ങൾ നൽകുന്നുവെന്ന് കെജ്രിവാൾ കോടതിയിൽ വാദിച്ചു. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ CBI നീക്കം അപ്രതീക്ഷിതമായിരുന്നു. രാവിലെ വിചാരണ കോടതിയിൽ കെജ്രിവാളിനെ എത്തിച്ചതിന് പിന്നാലെ കേസിൽ CBI അറസ്റ്റ് രേഖപ്പെടുത്തി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി CBI 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും 3 ദിവസമാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി അനുവദിച്ചത്. കസ്റ്റഡി അപേക്ഷയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിലുണ്ടായത്. കെജ്രിവാൾ മുഴുവൻ കുറ്റങ്ങളും മനീഷ് സിസോദിയയുടെ മേൽ പഴിചാരാൻ ശ്രമിച്ചെന്ന് CBI ആരോപിച്ചു. കോടതിയിൽ സ്വയം ബാധിച്ച കെജ്രിവാൾ CBIയുടെ ആരോപണങ്ങൾ നുണയാണെന്ന് മറുപടി നൽകി. സിസോദിയയുടെ മേൽ പഴിചാരിയില്ല എന്ന കെജ്രിവാളിന്റെ വാദം കോടതി ശരിവച്ചു. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഗ്യാലറിക്ക് വേണ്ടി കളിക്കുകയാണെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആരോപിച്ചു. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് CBI കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവിറക്കിയത്. അതിനിടെ CBI അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് കെജ്രിവാൾ ഹർജി പിൻവലിച്ചു. EDയുടെയും CBIയുടെയും കേസുകളിൽ ജാമ്യം തേടിയുള്ള പുതിയ ഹർജി സമർപ്പിക്കാനാണ് നീക്കം. 24 ഡൽഹി. കണ്ണൂരിലെ CPIMനെ പ്രതിരോധത്തിലാക്കി പാർട്ടി വിട്ട DYFI നേതാവിന്റെ വെളിപ്പെടുത്തൽ. P ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നാട്ടിലും വിദേശത്തും മകനെയും ക്വട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് വ്യവസായങ്ങൾ കെട്ടിപ്പൊക്കി എന്നാണ് P ജയരാജനെതിരായ വിമർശനം. പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണമുണ്ട്. നേരത്തെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് P ജയരാജൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് മനു തോമസ് വിമർശനം കടുപ്പിച്ചത്. പാർട്ടി വിട്ടതിനു പിന്നാലെയും പരസ്യപ്പോരിന് മടിക്കാതെ മനു തോമസ്. കണ്ണൂരിലെ ചില CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആദ്യ വെളിപ്പെടുത്തൽ. പിന്നാലെ മനുവിനെ കടന്നാക്രമിച്ച് ഫേസ്ബുക്ക് കുറിപ്പുമായി CPIM സംസ്ഥാന സമിതി അംഗം P ജയരാജൻ. കൊട്ടേഷൻ സംഘത്തിനെതിരായി പോരാടുന്നുവെന്ന മനുവിന്റെ അവകാശവാദം ആരെ കബളിപ്പിക്കാനെന്ന് ചോദ്യം. മാധ്യമങ്ങളുടെ CPIM വിരുദ്ധത മനുവിന് പോരാളി പരിവേഷം നൽകുന്നുവെന്നും ജയരാജന്റെ പരിഹാസം. വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള പാർട്ടി നിർദ്ദേശം മനു അവഗണിച്ചെന്നും ജയരാജന്റെ കുറ്റപ്പെടുത്തൽ. പിന്നാലെ P ജയരാജന് കടുത്ത ഭാഷയിൽ മറുപടിയുമായി മനു തോമസ്. P ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയം. CPIMൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു. നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് P ജയരാജൻ കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കി. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്തെ പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റി. സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റുകൾ പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചു. സംവാദത്തിനും മനുവിന്റെ വെല്ലുവിളി. ഇതിനിടെ യുവജന കമ്മീഷൻ അധ്യക്ഷൻ M ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മനു പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പും പുറത്തുവന്നു. 24 കണ്ണൂർ. കൊളോണിയൽ കാലഘട്ടത്തിലെ പെരുമാറ്റ രീതികൾ കേരള പോലീസ് മാറ്റണമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. സൈനികർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ആലത്തൂരിൽ അഭിഭാഷകരോട് പോലീസ് മോശമായി പെരുമാറിയെന്ന കേസ് പരിഗണിക്കവെയായിരുന്നു വിമർശനം. ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് രൂക്ഷ വിമർശനം. സർക്കുലർ ഇറക്കിയിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് തുടർച്ചയായി വീഴ്ചകൾ ഉണ്ടാകുന്നുവെന്ന ആദ്യ ചോദ്യം. പോലീസ് സ്റ്റേഷൻ ഭയമുളവാക്കുന്ന സ്ഥലമാകരുത്. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ DGPക്ക് സാധിക്കണം. പുതിയ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചയിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നായിരുന്നു DGPയുടെ വിശദീകരണം. ആലത്തൂർ മുൻ SIക്കെതിരെ തുടർച്ചയായി പരാതികൾ ഉണ്ടാകുന്നുവെന്നും വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു.
SI റിനീഷിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വിശദീകരണം തൃപ്തിയല്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും DGP അറിയിച്ചു. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. +1 സീറ്റ് പ്രതിസന്ധിയിൽ സമരക്കാരെ നിയമസഭയിൽ അധിക്ഷേപിച്ച് KT ജലീൽ. സമരം നടത്തുന്നത് വിദ്യാഭ്യാസ കച്ചവടക്കാരാണെന്നും 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ ഇവർക്കുണ്ടെന്നും ജലീൽ ആരോപിച്ചു. KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്വാശ്രയ കോളേജുകളാണ് അനുവദിച്ചതെന്ന് ലീഗ് MLA TV ഇബ്രാഹിം തിരിച്ചടിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉപധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെയാണ് KT ജലീലിന്റെ അധിക്ഷേപ പരാമർശം. സമരത്തിന് മുന്നിൽ നിൽക്കുന്ന എല്ലാ സംഘടനകൾക്കും അൺഎയ്ഡഡ് സ്കൂളുകളുണ്ട്. പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതിനവർ തയ്യാറാകില്ലെന്നും ജലീൽ. അവർക്കൊക്കെ തന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള അൺഎയ്ഡഡ് സ്കൂളുകൾ ഉണ്ട്. അവരൊക്കെ വിദ്യാഭ്യാസ കച്ചവടം നടത്തുകയാണ്. ഏത് സംഘടനക്കാണില്ലാത്തത്? മുസ്ലിം ലീഗിനോട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇന്ന് സമരത്തിന്റെ മുൻപന്തിയിലുള്ള എല്ലാ സംഘടനകൾക്കും അൺഎയ്ഡഡ് സ്കൂളുകളില്ലേ? UDF സർക്കാരിന്റെ അവസാന കാലത്ത് 25,000-ഓളം കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയില്ലെന്നും ജലീലിന്റെ ആരോപണം. 25,000-ത്തിലധികം കുട്ടികളാണ് UDF ഭരിച്ച 2015-16 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ സ്കോൾ കേരളയിൽ സീറ്റ് കിട്ടാതെ സ്വകാര്യ പഠനത്തിന് രജിസ്റ്റർ ചെയ്തിരുന്നത്. KT ജലീലിന് മറുപടിയുമായി ലീഗ് MLA TV ഇബ്രാഹിം രംഗത്തെത്തി. കഴിഞ്ഞ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു ജലീൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോൾ എയ്ഡഡ് കോളേജും ഗവൺമെന്റ് കോളേജും കൊടുക്കുന്നതിന് പകരം മുഴുവൻ സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാണ് ജലീൽ ഇവിടെ തുടങ്ങിയത്. നിഷേധിക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ സഭയിൽ തന്നെയുള്ള എത്ര ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർ അൺഎയ്ഡഡ് സെൽഫ് കോളേജുകൾ നടത്തുന്നതിൽ അവരുണ്ട് എന്നുള്ളത് ഞാൻ ആ ആളെ പേരൊന്നും പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിൽ 2-അംഗ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. വിഷയത്തെ മലപ്പുറത്തിന്റെ പ്രാദേശിക പ്രശ്നമായി ലഘൂകരിക്കരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 3 മരണം. മലപ്പുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ചെറുമുക്ക് സ്വദേശി സിനാന് ദാരുണാന്ത്യം. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് ബൈക്ക് സ്കൂൾ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കറുകുറ്റിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. പാലക്കാടും മലപ്പുറത്തും അങ്കമാലിയിലുമാണ് വാഹനാപകടങ്ങളിൽ 3 ജീവൻ പൊലിഞ്ഞത്. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് കാഞ്ഞിരംപാറയിലാണ് സ്കൂൾ ബസ് ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ മണ്ണമ്പറ്റ കുപ്പത്തിൽ സ്വാമിനാഥൻ മരിച്ചത്. മലപ്പുറം കല്ലത്താണിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 22കാരനായ സിനാന് ജീവൻ നഷ്ടമായി. ഗുരുതരമായി പരിക്കേറ്റ സഹയാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാതയിൽ അങ്കമാലി കറുകുറ്റിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മത്തിപ്പറമ്പിൽ വീട്ടിൽ ഷിജി ഷാജിയാണ് മരിച്ചത്. എടവണ്ണ പത്തപ്പിരിയത്ത് ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ ആർക്കും പരുക്കില്ല. പുക ഉയരുന്നത് കണ്ടതോടെ പിറകിലുള്ള യാത്രക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ബൈക്ക് നിർത്തി ഓടി മാറിയതിനാൽ വൻ അപകടമൊഴിവായി. കോഴിക്കോട് കൊടിയത്തൂരിൽ കാറും പിക്കപ്പ് ജീപ്പും കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരുക്കേറ്റു. പരുക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 24 മലപ്പുറം. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിധി നടപ്പാക്കാത്തത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമെന്നും സർക്കാർ നടപടികൾ പ്രഹസനമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. കേസ് അടുത്ത മാസം 8-ന് വീണ്ടും പരിഗണിക്കും. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം കോടതിയിൽ കുറ്റപ്പെടുത്തി. പള്ളി ഏറ്റെടുക്കാൻ ചെല്ലുന്ന ഘട്ടത്തിൽ യാക്കോബായ വിഭാഗം കടുത്ത പ്രതിഷേധം ഉയർത്തുന്നു. ഇത് മറികടന്നാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. വിധി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് സാധിക്കുമെന്ന് കോടതി ചോദിച്ചു. സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കാത്തതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ പുരോഗതി അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ കോടതി ഉത്തരവ് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു. 24 കൊച്ചി. ട്രെയിൻ യാത്രയ്ക്കിടയിൽ ബർത്ത് പൊട്ടിവീണ മലപ്പുറം മാറഞ്ചേരി സ്വദേശിക്ക് ദാരുണാന്ത്യം. മാറഞ്ചേരി എളയിടത്ത് മാറാടിക്കൽ അലിഖാനാണ് മരിച്ചത്. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലങ്കാനയ്ക്കടുത്തുള്ള വാറങ്കലിൽ ചൊവ്വാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. താഴത്തെ ബർത്തിൽ കിടക്കുകയായിരുന്ന അലിഖാന് മുകളിലേക്ക് സെൻട്രൽ ബർത്ത് പൊട്ടിവീഴുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ അലിഖാനെ റെയിൽവേ അധികൃതർ ഉടൻ തന്നെ വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇന്നലെ രാത്രി മരിച്ചു. മൃതദേഹം മാറഞ്ചേരി വടമുക്ക് കുന്നത്ത് ജമാഅത്ത് പള്ളിയിൽ ഖബറടക്കി. ട്രെയിനിന്റെ ബർത്തിന് കേടുപാടുണ്ടായിരുന്നില്ലെന്നും കൃത്യമായി ലോക്ക് ചെയ്യാത്തതാണ് അപകട കാരണം എന്നുമാണ് റെയിൽവേയുടെ വിശദീകരണം.
പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണവുമായി പോലീസ് മുന്നോട്ട്. എഫ്ഐആർ റദ്ദ് ചെയ്യണമെന്ന പ്രതി രാഹുൽ പി ഗോപാലിന്റെ ആവശ്യം തള്ളണമെന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് ഫറൂഖ് ACP ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. നടന്നത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെന്ന രാഹുലിന്റെയും യുവതിയുടെയും വാദം തെറ്റെന്ന നിലപാടിലാണ് പോലീസ്. ഗുരുതര പരിക്കുകളോടെയാണ് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തിയത്. 164 പ്രകാരം നൽകിയ മൊഴിയിലും പെൺകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടായിരുന്നു രാഹുലിന്റെ മർദ്ദനം. പ്രതി രാഹുൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുണ്ട്. പരാതി സത്യമല്ലെന്ന് യുവതി പറഞ്ഞത് ഭീഷണി മൂലമായിരിക്കുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. രാഹുലിന്റെ പാസ്പോർട്ട് റദ്ദ് ചെയ്ത് തിരികെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. കേസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ പി ഗോപാൽ നൽകിയ ഹർജിയിലാണ് കോഴിക്കോട് ഫറൂഖ് ACP സാജു കെ എബ്രഹാം മറുപടി സത്യവാങ്മൂലം സമർപ്പിച്ചത്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 63. ചികിത്സയിലുണ്ടായിരുന്ന 3 പേർ കൂടി ഇന്ന് മരിച്ചു. ദുരന്തത്തിൽ നിയമസഭ തുടർച്ചയായി തടസ്സപ്പെടുത്തിയതിന് പ്രതിപക്ഷാംഗങ്ങളെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്ബു കള്ളക്കുറിച്ചിയിലെത്തി ഇന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പുതുച്ചേരി, സേലം ആശുപത്രികളിൽ ചികിത്സയിലുണ്ടായിരുന്നവരാണ് മരിച്ചത്. 6 സ്ത്രീകൾ ഉൾപ്പെടെ ഇതുവരെ മരിച്ചത് 63 പേർ. 88 പേർ ആശുപത്രികളിൽ തുടരുകയാണ്. 74 പേർ ആരോഗ്യനില വീണ്ടെടുത്തു. വിഷമദ്യ ദുരന്തം ചോദ്യോത്തരവേള മാറ്റിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇന്നും സഭയിൽ ബഹളം വെച്ചു. 4 ദിവസമായി ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് കാണിച്ച് പ്രതിപക്ഷാംഗങ്ങളെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. 29-ന് സഭ അവസാനിക്കുന്നതുവരെയാണ് സസ്പെൻഷൻ. സഭയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും 2 നീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് എടപ്പാടി പഴനിസ്വാമി പറഞ്ഞു. നാളെ നിരാഹാര സമരം നടത്തുമെന്ന് DMK അറിയിച്ചു. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് ADMKയും PMKയും നൽകിയ ഹർജികൾ മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജൂലൈ 3-ലേക്ക് മാറ്റി. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ കിഷോർ മക്വാന, ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഖുഷ്ബു എന്നിവർ കള്ളക്കുറിച്ചിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ സ്വമേധയാ കേസെടുത്തിരുന്നു. 24, ചെന്നൈ. പെരിയാറിൽ നിയമലംഘനം തുടർന്ന വ്യവസായശാലകൾ. ഇടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന CJ ലൂബ്രിക്കൻസിൽ നിന്ന് വീണ്ടും മാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കി. നിയമലംഘനം ബോധ്യപ്പെട്ടതോടെ കമ്പനി അടച്ചിടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് നോട്ടീസ് നൽകി. മലിനീകരണം പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി പെരിയാറിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് നിയമലംഘനം. ഇടയാർ വ്യവസായ മേഖലയിലെ CJ ലൂബ്രിക്കൻസ് ശേഖരിച്ചു വച്ചിരുന്ന മാലിന്യം പുലർച്ചെ 2 മണിയോടെ പെരിയാറിലേക്ക് ഒഴുക്കി. ഇത് മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു കാണയാണിത്. DICയുടെ റോഡാണിത്. കുറെ വർഷങ്ങളായിട്ട് മഴ ഇല്ലാത്ത സമയത്തും കടുത്ത വേനലിൽ പോലും ഇതിൽ കൂടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അന്ന് മുതൽ നമ്മൾ DICയുടെ അടുത്തും PCBയുടെ അടുത്തും മിക്ക ദിവസങ്ങളും പരാതി പറയാനുള്ളത് ഇതിന്റെ സോഴ്സുകൾ പരിശോധിക്കണം. ഇത് വഴിയിട്ട് പുഴയിലേക്ക് മാലിന്യം ഒഴുകുന്നുണ്ട് എന്ന് പറയാം. അത് ഇന്നാണ് നമുക്ക് ഒരു സോഴ്സ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഫാക്ടറിയിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തി. ഫാക്ടറി അടച്ചുപൂട്ടാൻ നോട്ടീസും നൽകി. സർവൈലൻസ് ടീം 1 മണി തുടങ്ങി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നോക്കി ഡിസ്ചാർജ് കണ്ടു. സ്റ്റാറ്റ്യൂട്ടറി സാമ്പിൾ എടുത്തു നമ്മൾ. അപ്പോൾ അതിനടുത്ത ക്ലോഷർ കൊടുക്കാനുള്ള സാധ്യതയാണ് നോക്കുന്നത്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ റോഡും കാനയും ദുരുപയോഗം ചെയ്താണ് മാലിന്യം തള്ളിയതെന്നും പരിശോധനയിൽ തെളിഞ്ഞു. നിരീക്ഷണം കൃത്യമല്ലെങ്കിൽ, നടപടികൾ കർശനമല്ലെങ്കിൽ പെരിയാർ ഇനിയും കറുത്തൊഴുകും. കൊച്ചിയിൽ നിന്ന് റിജോ വൈരാജുവിനൊപ്പം അശ്വിൻ പാലാഴി, 24. എറണാകുളം പെരുമ്പാവൂർ പാണംകുഴി, പാണിയേലി, കൊച്ചുപുരയ്ക്കൽ കടവ് മേഖലകളിൽ കാട്ടാനക്കൂട്ടമെത്തി. ഇന്നലെയും ഇന്നുമായി 8ഓളം ആനകളാണ് പ്രദേശത്തെത്തിയത്. പകൽ സമയത്ത് ആനക്കൂട്ടം വീടുകൾക്കരികിലൂടെ സഞ്ചരിക്കുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ശ്രമം നടത്തിയിരുന്നു. ആനകളിൽ ചിലത് പെരിയാർ നീന്തിക്കടന്ന് മറുകരയിലേക്ക് പോയതായും നാട്ടുകാർ പറഞ്ഞു. കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് ഇന്ന് 66-ാം പിറന്നാൾ. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് ആശംസകൾ അറിയിച്ച് കേക്ക് സമ്മാനിച്ചു. പെട്രോളിയം മന്ത്രാലയത്തിലെ ജീവനക്കാർ ഒരുക്കിയ ആഘോഷത്തിലും സുരേഷ് ഗോപി പങ്കെടുത്തു. ഇത്തവണ പിറന്നാളിന് ഇരട്ടി മധുരമുണ്ട് സുരേഷ് ഗോപിക്ക്. കേരളത്തിൽ BJPക്കായി ലോക്സഭയിൽ ആദ്യ അക്കൗണ്ട് തുറന്നതിന്റെയും കേന്ദ്രമന്ത്രിയായതിന്റെയും പിന്നാലെയാണ് പിറന്നാളെത്തിയത്. രാവിലെ തന്നെ കേരള ഹൌസിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കേക്കും ആശംസകളും എത്തി. കേന്ദ്രമന്ത്രിയായതിനാൽ പ്രത്യേകിച്ച് ആഘോഷമൊന്നുമില്ലെന്നും ജന്മനക്ഷത്രമാണ് ആഘോഷിക്കാറുള്ളതെന്നും സുരേഷ് ഗോപി. മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ല ഇത്. അച്ഛൻ്റെ അമ്മയുടെയും മകൻ്റെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെ അച്ഛൻ്റെ പിന്നെ തീർച്ചയായിട്ടും കലാകാരൻ എന്ന നിലയ്ക്ക് ലോകത്തിൻ്റെ
ഇഷ്ടക്കാരുടെ എല്ലാം, ലോകത്തിലെ ഇഷ്ടക്കാരുടെ എല്ലാം ഒരു ആഘോഷമാണ്. പെട്രോളിയം സഹമന്ത്രിയുടെ ഓഫീസിൽ ജീവനക്കാർ ആക്ഷൻ ഹീറോ കൂടിയായ മന്ത്രിക്കായി പ്രത്യേക ആഘോഷ പരിപാടികൾ ഒരുക്കി. പിറന്നാൾ ദിവസം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദവുമായാണ് സുരേഷ് ഗോപി പാർലമെന്റിലെത്തിയത്. മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങളും രാഷ്ട്രീയ പ്രമുഖരും സുരേഷ് ഗോപിക്ക് ആശംസകൾ നേർന്നു. 24 ഡൽഹി. ചില വാർത്തകൾ ചുരുക്കത്തിൽ. ISRO ഗൂഢാലോചന കേസിൽ കുറ്റപത്രം സമർപ്പിച്ച CBI 5 പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് തിരുവനന്തപുരം CJM കോടതിയിൽ. കൊല്ലം കടക്കലിൽ 15-കാരിയെ പീഡിപ്പിച്ച 17-കാരൻ പിടിയിൽ. പീഡന വിവരം പുറത്തറിഞ്ഞത് ആഭരണങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ. കളയിക്കാവിളിയിൽ ക്വാറി ഉടമയായ ദീപുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി കേരളത്തിൽ തമിഴ്നാട് പോലീസിന്റെ തെളിവെടുപ്പ്. പ്രതി നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ പോലീസിന് ആശയക്കുഴപ്പം. പ്രതി കുറ്റം സമ്മതിച്ചെങ്കിലും അന്വേഷണം സങ്കീർണത നിറഞ്ഞതെന്ന് പോലീസ്. സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരും. ദർവേഷ് സാഹിബിന് 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിവാദ പ്രസ്താവനയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സാം പിട്രോഡിയെ കോൺഗ്രസിൽ തിരിച്ചെടുത്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാന്റെ ചുമതലയും തിരികെ നൽകി. തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടേത്. തിരുവനന്തപുരം തുമ്പയിലെ കിൻഫ്ര പാർക്കിൽ റെഡിമിക്സ് യൂണിറ്റിൽ പൊട്ടിത്തെറി. ഫാക്ടറിയിലെ യന്ത്രഭാഗങ്ങൾ ജനവാസ മേഖലയിൽ തെറിച്ചു വീണു. പ്രതിഷേധവുമായി നാട്ടുകാർ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ വീണ്ടും മാറ്റം. ഗതാഗത വകുപ്പിന്റെ പുതിയ ഉത്തരവ് CITUവിന്റെ ആവശ്യം പരിഗണിച്ച് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ കാലപരിധി 18 നിന്ന് 22 വർഷമാക്കി. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഗ്രൗണ്ടിൽ ഹാജരാവുന്നതിലും ഇളവ് അനുവദിച്ചതോടെ CITU നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരായ ആക്രമണമായിരുന്നു വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന്റേത് എന്ന് ഭാര്യ സ്റ്റെല്ല അസാഞ്ച്. ജയിൽ മോചിതനായി ജന്മനാടായ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാര്യയുടെ പ്രതികരണം. Because the fact is that this case is an attack on journalism, it's an attack on the public's right to know, and it should never have been brought. Julian should never have spent a single day in prison. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തിനെതിരെയുമുള്ള ആക്രമണമായിരുന്നു ജൂലിയൻ അസാഞ്ചിന്റെ 14 വർഷത്തെ ജയിൽവാസമെന്ന് അസാഞ്ചിന്റെ ഭാര്യ സ്റ്റെല്ല അസാഞ്ച്. ഒരു ദിവസം പോലും അസാഞ്ച് ജയിലിൽ കഴിയേണ്ട വ്യക്തിയായിരുന്നില്ലെന്നും സ്റ്റെല്ല പറഞ്ഞു. അസാഞ്ചിന്റെ മോചനത്തിനായി പ്രവർത്തിച്ചവർക്ക് സ്റ്റെല്ല അസാഞ്ച് നന്ദി രേഖപ്പെടുത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിജയമാണ് ജൂലിയൻ അസാഞ്ചിന്റെ മോചനമെന്ന് അഭിഭാഷക ജെനിഫർ റോബിൻസൺ വ്യക്തമാക്കി. There's no evidence of any actual harm, and that's exactly what the US government acknowledged in court today in Saipan. So there is no evidence that anyone was physically harmed as a result of those publications. കാൻബറയിലെ പത്രസമ്മേളനത്തിൽ അസാഞ്ച് പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും അസാഞ്ച് പങ്കെടുത്തില്ല. അമേരിക്കൻ സൈനിക രേഖകൾ ചോർത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ശിക്ഷയായി വിധിച്ച 62 മാസം തടവ് ഇതിനോടകം അനുഭവിച്ചതായി കണക്കാക്കിയാണ് അസാഞ്ചിനെ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങാൻ അനുവദിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.